മുതലാളി, ഇത്ര തിടുക്കപ്പെട്ടത് എങ്ങോട്ട് പോകുന്നു? നാഗമാണിക്യം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്. നാഗമാണിക്കുള്ളിടത്തേക്കോ? ഇത്ര തിടുക്കപ്പെട്ട് പോകാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. സാംബശിവൻ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. നാഗമാണിക്യത്തെ കുറിച്ച് അവൻ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഇത്രയും വർഷങ്ങളായാലോ എന്ന് വിചാരിച്ച് ഞാനും കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തോന്നി ഒന്നിവിടം വരെ വരണമെന്ന്. മാത്രമല്ല, കുറെ നാളായില്ലേ നമ്മൾ അതിനു മുമ്പ് ധ്യാനിച്ചിട്ട്. അതിനും കൂടിയാ വന്നത്. നന്ദീശ, എന്താ മുതലാളി? എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കിട്ട് വാ. ശരി. എന്താ, ആരെങ്കിലും ഉണ്ടോ? ഇല്ല മുതലാളി, ഞാൻ എല്ലായിടത്തും നോക്കിയതാ. പക്ഷേ എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഏതെങ്കിലും ഉണങ്ങിയ മരം വീണതായിരിക്കും മുതലാളി. എന്തായാലും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നന്ദീശ. നാഗമാണിക്യം മരിക്കുന്ന സ്ഥലം ആരെങ്കിലും മനസ്സിലാക്കിയാൽ അത് നമുക്ക് എന്നേക്കുമായി നഷ്ടമാവും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല മുതലാളി. അത് എന്തുകൊണ്ടാണെന്നറിയൂ? നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും അതിന്റെ മേലുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണ് വെട്ടിച്ച് ആര് വരാനാ? ശരി, വാ. മുതലാളി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താടാ? വേറൊന്നല്ല, 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മനസ്സിൽ എന്തോ വലിയൊരു അസ്വസ്ഥത ഉള്ളതുപോലെ തോന്നി. എനിക്കോ? ഇല്ലല്ലോ. ഞാനത് വിശ്വസിക്കില്ല. ഈ മുഖം ഞാൻ എത്ര കാലമായിട്ട് കാണുന്നത്. എന്തോ ഒരു പ്രശ്നം മുതലാളി അലട്ടുന്നുണ്ട്. അത് വേറൊന്നുമല്ലടാ. ഓഫീസിലെ കുറച്ച് ടെൻഷൻസ് എന്നെ അലട്ടുന്നുണ്ട്. നാഗമാണിക്യത്തിന് മുമ്പിലും ധ്യാനിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. എന്തായാലും പെട്ടെന്ന് ശരിയായ മതിയായിരുന്നു. മുതലാളിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം എനിക്ക്. ഈ മുഖം എപ്പോഴും ചിരിച്ച് തന്നെ കാണണം എനിക്ക്. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ഓം ഹാം ഹീം ഹ്ലൂം ഫട്ട് സ്വാഹ. നമസ്കാരം ഗുരുക്കളെ. എന്താണ് സാമ്പ, ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നതിന് പിന്നിൽ വലിയ എന്തോ ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു. അതെ ഗുരുക്കളെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ അതെങ്ങനെ പറയണമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ശരീരത്തിൽ തീ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ല. എതിരെ കാണുന്ന കുളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് വേണ്ടത്. വസ്ത്രമില്ലെങ്കിലും ശരീരം രക്ഷപ്പെടും. അതെനിക്ക് മനസ്സിലായ ഗുരുക്കളെ. പറയാം ഗുരുക്കളെ. ദിഗ്വിജയൻ നമ്മളെല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. എന്താണ് നീ പറയുന്നത്? അതേ ഗുരുക്കളെ, അവൻ എന്താ ചെയ്യുന്നെന്നറിയില്ല, അവന്റെ ഉദ്ദേശം എന്താണെന്നറിയില്ല. അതുമാത്രമല്ല, എല്ലാവരിൽ നിന്നും ഒരു സത്യം അവൻ മറച്ചു വെച്ചിട്ടുണ്ട്. എന്ത് സത്യം? ഗുരുക്കളെ, നമ്മളെല്ലാവരും കരുതുന്നത് പോലെ നമ്മുടെ ദിഗ്വിജയന്റെ മകൻ ത്രിവിക്രമനല്ല, തൃശൂലാണ്. ഇതെന്താണിങ്ങനെ? ഈ വാതിൽ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ വാതിൽ തുറക്കാനുള്ള അസ്ത്രം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? അവർ രണ്ടാളും ഈ ഗരുഡന്റെ കണ്ണിനടുത്ത് എന്ത് ചെയ്യുകയായിരുന്നു? അവരുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഈ ഗരുഡന്റെ കണ്ണിൽ വയ്ക്കുന്നത് കണ്ടു. അപ്പോ വാതിൽ തുറക്കുകയും ചെയ്തു. അപ്പോ ഈ വാതിൽ തുറക്കാൻ വേണ്ടിയുള്ള അസ്ത്രം ആ മോതിരങ്ങളാണ്. അതെ, ആദ്യം ഞാൻ അത് കൈക്കലാക്കണം. ഈ കാര്യം ഇപ്പൊ തന്നെ ശിവാനി അറിയിക്കണം.
നന്ദീശന്റെ മകനാണ് ത്രിവിക്രമൻ. കള്ളം കള്ളം പറഞ്ഞെന്റെ സമയം പാഴാക്കരുത് നീ. അല്ല ഗുരുക്കളെ, ഞാൻ കള്ളം പറയല്ല. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ആ റിപ്പോർട്ട് കണ്ടതാ. സംശയം തോന്നി ഞാൻ ചെക്ക് ചെയ്തു. ദിഗ്വിജയന്റെ ബ്ലഡുമായിട്ട് തൃശൂലിന്റെ ബ്ലഡും നന്ദീശന്റെ ബ്ലഡുമായിട്ട് ത്രിവിക്രമന്റെ ബ്ലഡും മാച്ചാണ്. അത് മാത്രമല്ല ഗുരുക്കളെ, നാഗരാണി മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. അവൾ മറ്റാരുമല്ല, ശിവാന് തന്നെയാ. ആ ദിഗ്വിജയന്റെ മരുമകളാകാൻ വേണ്ടി പോകുന്നോളില്ലേ, അവള് തന്നെ. ഇതെന്താണിത്? ഇവൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയല്ലോ. ഇത് വലിയ അപകടമുണ്ടാക്കും. ഈ വിഷയം ദിഗ്വിജയനെങ്ങാനും അറിഞ്ഞാൽ സംഭവിക്കുന്നത് വേറെയായിരിക്കും. ഇല്ല, ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ചെയ്തേ മതിയാകും. കണ്ടില്ലേ ഗുരുക്കളെ, ദിഗ്വിജയൻ എന്ത് പണിയാ കാണിച്ചിരിക്കുന്നെന്ന് കണ്ടില്ലേ? ഇത് മോശമല്ലേ? അങ്ങ് തന്നെ പറ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ. നാളെ നല്ല ഒരുത്തനെ കൂട്ടിക്കൊണ്ടുപോയി ആ നാഗറാണിയുടെ കഥ കഴിച്ചേക്ക്. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അല്ല ഗുരുക്കളെ, ഞാൻ ഒറ്റയ്ക്കോ? നിന്നെ കൊണ്ടത് സാധിക്കും. നീ തന്നെ അത് ചെയ്താൽ നാഗമാണിക്യം കൈവശം വെക്കാനും നീ സമർത്ഥനായി മാറും. ശരി ഗുരുക്കളെ, അങ്ങനെ തന്നെ ചെയ്യാം. വിജയ് ഭവ എന്നൊരു ആശീർവാദം നിനക്ക് ലഭിച്ചില്ല എങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് മരണമാണ്. ശിവാനി, എന്താണ് നീ എന്നിൽ നിന്ന് അകലം പാലിക്കുന്നത്? ഇപ്പോഴും നിനക്കെന്നെ വിശ്വാസമായില്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കൂ. ഈ ഭൂമിയിലേക്ക് ഞാൻ മറ്റൊരു കാര്യത്തിനായാണ് വന്നത്. പക്ഷെ ഇപ്പോൾ നിനക്ക് സഹായമാകലാണ് എന്റെ ജോലി. അതെനിക്കറിയാം അമൃതേ. ശിവാനി, നിനക്ക് സന്തോഷിക്കാനൊരു കാര്യമുണ്ട്. നാഗമാണിക്യത്തെക്കുറിച്ച് ഒരു സൂചന ലഭിച്ചിരിക്കുന്നു. എന്താ? നാഗമാണിക്യത്തെ കുറിച്ച് തെളിവ് ലഭിച്ചെന്നോ? നാഗമാണിക്യമുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയോ? എവിടെയാ അതുള്ളത്? അത് മോഷ്ടിച്ചത് ആരാണെന്ന് അറിയോ? പറയൂ അമൃത. ശിവാനി, നിനക്ക് നാഗമാണിക്യത്തെക്കുറിച്ച് അറിയാൻ എത്രത്തോളം ആകാംക്ഷയുണ്ടെന്ന് എനിക്കറിയാം. അല്പം കൂടി ക്ഷമിക്കൂ. അതെനിക്കിപ്പോ പറയാനാകില്ല. പിന്നെ ഇപ്പൊ പറയാനാ? ആദ്യം സാംബശിവനോടുള്ള കണക്ക് തീർക്കണം. അവനിൽ നിന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാകും. അതിനുശേഷം നമ്മുടെ ഈ യാത്ര നാഗമാണിക്യത്തിലേക്കാകും. അവനോടുള്ള കണക്കുകൾ നമ്മൾ എങ്ങനെ തീർക്കും? അവന് നമ്മുടെ കയ്യിൽ എങ്ങനെ കിട്ടും? നമ്മൾ അവന്റെ പുറകെ പോയാ അവന്റെ കൂടെയുള്ളവർക്ക് സംശയം തോന്നില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷേ എന്റെ കയ്യിൽ ഒരു പ്രതിവിധിയുണ്ട്. എന്താ അത്? അവനെ ഞാൻ മായാവനത്തിലേക്ക് വിളിക്കാം. നീയും അവിടേക്ക് വന്നാൽ മതി. അവിടെ വെച്ച് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി അവനോടുള്ള കണക്ക് നമുക്ക് തീർക്കാം. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പൊ ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. ഗുരുക്കൾ പറഞ്ഞതുപോലെ ആ നാഗറാണിയെ കൊല്ലാൻ ശരിയായ സമയവും ശരിയായ സ്ഥലവും ഇത് തന്നെയാണ്. ഹലോ സർ. ഹലോ യോഗി, നീ ഇതെവിടെയാ? ഇവിടേക്ക് എത്താൻ എത്ര സമയം എടുക്കും? സാർ, വന്നോണ്ടിരിക്കുകയാണ്. എല്ലാം ശരിയാക്കി വെച്ചിട്ടില്ലേ നീ? അവളെ ശരിയായി വാച്ച് ചെയ്യുന്നുണ്ടല്ലോ നീ? സാർ, 4 ദിവസങ്ങളായി അവളുടെ പിറകെ തന്നെ ഉണ്ട് ഞാൻ. അവളെ എപ്പോൾ എവിടെ പോകുന്നു എന്നുള്ള ഫുൾ ഇൻഫർമേഷൻ എന്റെ കയ്യിലുണ്ട്. നോക്ക്, യാതൊരു കാരണവശാലും അവളെ മിസ്സാവാൻ പാടില്ല. മിസ്സാവാൻ ചാൻസേ ഇല്ല സാർ. വെരി ഗുഡ്, വേഗം വാ.
എവിടെ? വെറും കൈയോടെയാണോ വന്ന്? വെപ്പൺസ് എവിടെ? ഏയ്, ഇതെന്താടാ ഇത്? ഈ ചെറിയ കത്തിക്കൊണ്ടാണ് അവളെ കൊല്ലാൻ പോകുന്നത്? സാർ, ഇത് കാഴ്ചക്ക് ചെറുതായിരിക്കും. ഇതിലൊരു കെമിക്കൽ പുരട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് മുറിവേറ്റാൽ ഫിനിഷ്. ഓഹോ, അങ്ങനെയാണ്. അത്രയ്ക്ക് ഡേഞ്ചറാണ് ഇത്. അവൾ എന്തായാലും ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? എന്തായാലും വരും. അവളെ ഞാൻ 3 ദിവസമായി വാച്ച് ചെയ്യുന്നുണ്ട്. ശിവാനി അമ്പലത്തിലേക്ക് പോകുന്ന സമയമായത്. അവൾ എന്നും ഈ വഴിക്ക് തന്നെയാ പോകാറ്. അവൾ വന്നാലുടൻ തന്നെ അവളെ അങ്ങ് അറ്റാക്ക് ചെയ്ത് അവളുടെ കഥ നീ കഴിച്ചിരിക്കണം. സമയം കളയാൻ പാടില്ല. ബാ പോകാം. ഗുരുക്കളെ, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാനാവുന്നില്ല. ഈ കാര്യം എന്നെ കൊണ്ട് ചെയ്യാനാവില്ല ഗുരുക്കളെ. ദിഗ്വിജയ, നിന്നെ ഞാനിപ്പോൾ വിളിച്ചു വരുത്തിയത് ഒരു അത്യാവശ്യ കാര്യത്തിനാണ്. നിനക്ക് തൃശൂലിനെ കൊല്ലാനായില്ലെങ്കിൽ നിന്റെ മകന്റെ ഭാവി അപകടത്തിലാകും. നിന്റെ മകൻ ഒന്നുമല്ലാത്തവനായി മാറും. മകൻ എന്ത് സംഭവിച്ചാലും നിനക്കെന്താണല്ലേ? ഓരോ ദുരന്തങ്ങൾ നീ വിളിച്ചു വരുത്തുകയാണ്. ഗുരുക്കളെ, അങ്ങ് എന്തുകൊണ്ടാണ് എന്റെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? എനിക്ക് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. എനിക്ക് നീയാണ് മുഖ്യം, നിന്റെ സന്തോഷവുമാണ് മുഖ്യം. ഞാൻ നിനക്ക് എന്തൊക്കെയോ സഹായം ചെയ്തതാണ്. ഓർമ്മയില്ലേ അതൊന്നും? ഓർമ്മയുണ്ട് ഗുരുക്കളെ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സഹായമായി നീ ഒന്നും തന്നെ ചെയ്യണ്ട. ഇപ്പോഴും നിന്റെ മനസ്സ് മാറിയില്ല എങ്കിൽ നാഗമാണിക്യം നിനക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. നാഗമാണിക്കോ? നാഗമാണിക്യത്തിന് എന്താ സംഭവിക്കുക? ആ ആദിശേഷൻ. ഗുരുക്കൾ എന്തോ പറയാൻ വന്നതാണല്ലോ. എന്താ നിർത്തിയത്? എന്താ അത്? ഗുരുക്കളെ, ആദിശേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ? നമ്മള് അന്ന് അവിടെ വെച്ച് ആദിശേഷനെ കൊന്നുകളഞ്ഞല്ലേ? ആ, അത് തന്നെയാണ് പറയാൻ വന്നത്. ആദിശേഷനെ കൊന്ന് നീ എടുത്തുകൊണ്ടുവന്ന നാഗമാണിക്യം വീണ്ടും നഷ്ടപ്പെടുത്തണോ? ഒരിക്കലും വേണ്ട ഗുരുക്കളെ. അങ്ങനെയാണെങ്കിൽ നിനക്ക് തൃശൂലിനെ കൊല്ലാനായി കഴിയില്ലേ? വേറൊരു വഴിയും ഇല്ലെന്ന് തന്നെയാണല്ലോ അങ്ങ് വീണ്ടും വീണ്ടും പറയുന്നത്. അവനെ കൊല്ലുകയല്ലാതെ ഞാൻ വേറെന്ത് ചെയ്യാനാ? അതാണ് സത്യം. ഒരു കാരണവശാലും തൃശൂല് ഈ പ്രാവശ്യം രക്ഷപ്പെടാൻ പാടില്ല. അങ്ങ് ഇതൊക്കെ ഈസി ആയിട്ട് അങ്ങ് പറയും. പക്ഷെ എല്ലാ തവണയും അവൻ രക്ഷപ്പെട്ട് അങ്ങ് പോവാണല്ലോ. അവനെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാ ശ്രമങ്ങളും നടത്ത്. ഒന്നും നടന്നില്ല എങ്കിൽ നാഗമാണിക്യം ഉപയോഗിച്ച് അവനെ അങ്ങ് നശിപ്പിക്ക്. നാഗമാണിക്കോ? അതെ, നാഗമാണിക്യം ഉപയോഗിച്ചവനെ കൊന്നാൽ ആർക്കും ഒരു സംശയവും തോന്നില്ല. കാര്യം രഹസ്യമായി അങ്ങ് തീരും. ഗുരുക്കളെ, ഇങ്ങനെ ഒരു കാര്യത്തിന് നാഗമാണിക്യം ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിഗ്വിജയ, നീ ഓരോ കാര്യത്തിനും ഇങ്ങനെ ആശങ്കപ്പെടാൻ നിന്നാൽ ഭാവിയിൽ നിനക്കത് അപകടം ചെയ്യും. ഇനിയും അധികം ആലോചിക്കണ്ട. പോകൂ, ചെന്നവന്റെ കഥ കഴിക്ക്. ശരി ഗുരുക്കളെ. യോഗി, അവൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള ഉറപ്പല്ലേ? അതെ സർ, എന്തായാലും വരും. വന്നല്ലേ പറ്റൂ അവൾക്ക്. അവള് വന്നില്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല. പക്ഷേ അവളെ ഇല്ലാതാക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല. എന്തെങ്കിലും ചെയ്ത് അവളെ ഇല്ലാതാക്കിയേ പറ്റൂ. ഞാൻ ഇതുപോലത്തെ എത്ര പണി ചെയ്തതാ. എനിക്കിതെല്ലാം വളരെ ഈസിയാണ്. നീ എക്സ്പെർട്ടൊക്കെ ആയിരിക്കാം, പക്ഷെ അവള് സാധാരണക്കാരിയല്ല. അവൾ എന്ത് ചെയ്യാനാ എന്നെ? ഏയ്, നീ എന്തിനാ അതൊക്കെ അറിയുന്നത്? അവള് നിന്നെ പോലെയല്ല. ഒരു പെണ്ണിന് ഇത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ? അവളെന്ത് ആകാശത്തുനിന്ന് പൊട്ടി വീണാണോ? യെസ്, അവളെ കുറിച്ച് നീ പറഞ്ഞത് ശരിയാ. എന്ന് വെച്ചാ? അതോ, അവള് നമ്മളെ പോലെ മനുഷ്യരല്ല, വേറെ ലോകത്ത് നിന്ന് വന്നവളാ. സാറിന് തമാശ പറയാണോ? സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഏയ്, എന്നെ കണ്ടിട്ട് തമാശക്കാരനെ തോന്നുന്നുണ്ടോ നിനക്ക്? വരട്ടെ, അവള് കാണുമ്പോ നിനക്ക് തന്നെ മനസ്സിലായിക്കോളൂ. എന്തു മനസ്സിലാവുന്ന? നോക്ക്, നീ വിചാരിക്കുന്ന പോലെ അവളൊരു സാധാരണ മനുഷ്യ സ്ത്രീയല്ല. ഇച്ഛാധാരി നാഗമാണ്. ഏയ് ഏയ്, ആരാണ് നീ? ഇങ്ങോട്ടെന്തിനാ വന്നേ? പോകാനാ പറഞ്ഞേ? പോ. ഞാനും ഒരു ഇച്ഛാധാരി നാഗമാണ്.
നീ എന്റെ ശിവാനിയെ കൊല്ലാനായി കാത്തു നിൽക്കുകയാണല്ലേ? ഞാനിപ്പോ നിന്റെ കഥ കഴിച്ചോളാം. രണ്ട് നാഗങ്ങൾ. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഒരിക്കലും നിങ്ങളെ വെറുതെ വിടില്ല. ഏയ്, നീ എത്ര തന്നെ ശ്രമിച്ചാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നിനക്കാവില്ല. വെറുതെ ശ്രമിച്ച് തോക്കണ്ട. നീ ഇപ്പൊ ഞങ്ങളുടെ പിടിയിലാണുള്ളത്. ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമേ നിനക്കിവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. പറയാൻ നിന്റെ പുറകിൽ ആരൊക്കെയാണെന്നുള്ളത് പറയാൻ. ഹേയ്, പറയൂ. നാഗമാണിക്യം മോഷ്ടിച്ചതാരാണ്? ആദിശേഷനെ കൊന്നവരാരാണ്? പറയൂ. ഇല്ല ഇല്ല, ഞാൻ പറയില്ല. പറഞ്ഞല്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഞാനിപ്പോ സത്യം പറഞ്ഞ നിങ്ങൾ എന്നെ കൊല്ലില്ലെന്നാണോ? അല്ല, ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് ഉറപ്പാ. കൊല്ലേ, ഞാനൊരു സത്യവും പറയില്ല. കൊല്ലാൻ. നിന്റെ കൂടെ ആരൊക്കെയാണുള്ളതെന്ന് നീ പറ. പറഞ്ഞില്ലെങ്കിൽ നിന്റെ മരണം അതിക്രൂരമായിരിക്കും. എനിക്ക് മരിക്കാനൊരു ഭയവുമില്ല. എന്നെ നീ ഒരു തവണ കൊല്ലാൻ നോക്കിയതല്ലേ? അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു നീ കണ്ടതല്ലേ? അവിടുന്ന് ഞാൻ ഇവിടം വരെ തിരിച്ചെത്തുകയും ചെയ്തു. ഒരു തവണ മരണത്തെ മുഖാമുഖം കണ്ടവന് പിന്നെ മരണത്തെപ്പറ്റി ഒരു ഭയം ഉണ്ടാവില്ല. നീ മരിച്ചാൽ നിന്റെ കുടുംബം അനാഥമായി പോകും. നിന്റെ കുട്ടികൾ തെരുവിലിറങ്ങും. നിന്റെ മരണം അവരെ ബാധിക്കുന്ന കാര്യമല്ലേ? ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നെ. ഞാൻ മരിച്ചാലും എന്റെ ഫാമിലി അനാഥമാവില്ല. എന്റെ കൂട്ടുകാരുണ്ട് അവരെ രക്ഷിക്കാൻ. നാഗമാണിക്യമുള്ളത് കൊണ്ട് മാത്രം നിന്റെ കൂട്ടുകാരെല്ലാം നിന്റെ കൂടെയുള്ളത്. അത് നിന്റെ തോന്നല. അവരെല്ലാവരും നാഗമാണിക്യം കിട്ടുന്നതിന് മുമ്പേ എന്റെ സുഹൃത്തുക്കളാ. അവരൊരു കഷ്ടസമയത്തും എന്നെ കൈവിടാൻ പോകുന്നില്ല. കൈവിടാൻ അവർക്ക് പറ്റില്ല. ഇപ്പോ നിങ്ങൾ എന്ത് തന്നെ ചോദിച്ചാലും എന്റെ കൂട്ടുകാർക്ക് അപകടം വരുത്തുന്നൊരു കാര്യവും ഞാൻ പറയില്ല. ഞാൻ പറയാൻ പോകുന്നില്ല. മരണത്തെ വിളിച്ചു വരുത്തുകയാണോ? ഞാൻ തയ്യാറായിരിക്കുകയാണ് ഞാൻ.